കണ്ണേറ് ഗൈസ്, ഞാനിന്ന് വന്നിട്ടില്ലേ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ ഞാനൊരു 10 ദിവസം മുമ്പ് ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഇപ്പോൾ കിടപ്പിലുള്ളത്. പുറത്തൊന്നും ഇറങ്ങാൻ വയ്യ. ഈ ഈ ആക്സിഡൻറ്റ് പറ്റിയ സമയത്തും അല്ലാതെയും പലവട്ടം ഞാൻ കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ കണ്ണേറ് എന്നുള്ളത്. പല ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളും എനിക്ക് വാട്സപ്പിൽ എൻ്റെ സുഹൃത്തൊക്കെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാൽ എനിക്ക് കണ്ണെറ്റിയതാണ്. അതൊന്നും ഞാൻ വിഷയമാക്കിയിട്ടില്ല, കാരണം ഞാൻ ഇതിൽ കൂടെ കേൾക്കും ഇതിൽ കൂടെ വിടും, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് എൻ്റേത്. അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഞാൻ ഇന്നലെ ഒരു MRI ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചമ്മയുടെ ഒരു MRI ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഈ MRI റിസൾട്ട് കിട്ടിയ സമയത്ത് അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നിട്ട് യാതൊരു പരിചയമില്ല, എനിക്ക് മുന്നേ എപ്പോഴും ഒരു പരിചയമില്ല, ആൾ എന്നോട് ചോദിക്കുകയാണ് എൻ്റെ MRI റിപ്പോർട്ട് കണ്ട് പിന്നെ മുട്ടിന് നല്ല പരിക്കുണ്ടല്ലോ, എത്ര ലിഗമെൻറ്റ് പൊട്ടിക്കണേ, ഒരു മുട്ടിൻ്റെ ലിഗമെൻറ്റ് എത്രത്തോളം ഉണ്ടായാലും മാക്സിമം പൊട്ടിക്കണേ. എന്നിട്ട് ആൾ എന്നോട് ചോദിക്കുകയാണ് കണ്ണെന്തി പറ്റിയോ, ആരാ എനിക്ക് എന്തെങ്കിലും ചെയ്തോന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി. എനിക്ക് പറ്റീനേക്കാളും ഷോക്ക് വന്നത് ആ സംഭവമാണ്. എന്നൊരു പരിചയമില്ലാത്ത ഒരാൾ എന്നോട് ചോദിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്രയും മോശപ്പെട്ടൊരു സമയത്ത് കൂടെയാണ് കടന്നു പോകുന്നത്. ആ കടന്നു പോയി എനിക്ക് ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ഉണ്ടായൊരു തോന്നലാണ്. കാരണം ഞാൻ അത്രയും മോശപ്പെട്ട സമയത്ത് കൂടെ കടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനമാണ് ഞാനിങ്ങനെ എനിക്കൊരു പ്രതീക്ഷയുടെ കൈ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കാരണം ഞാൻ ഈ വ്ളോഗും പരിപാടിയൊക്കെ തുടങ്ങിയതിന് ശേഷം എന്താ പറയുക, ഭയങ്കര പ്രതീക്ഷയിലും ഭയങ്കര സന്തോഷത്തിലും നിൽക്കുന്ന സമയമാണ്. കാരണം എനിക്ക് കുറേ കൊളാബും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പേഴ്സണലി വരുന്നുണ്ട്. അത് കണ്ട് ഇപ്പോൾ ഞാൻ ആക്സിഡൻ്റ് ആവണതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് എനിക്കൊരു കുട്ടികളെ പ്രൊഡക്റ്റ് വിൽക്കുന്ന പേജ് കൊളാബും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് തട്ടിയത്. ഈ തട്ടിലും ആളുകളെ ഈ സംസാരവും പ്രത്യേകിച്ച് ഇന്നെ ഈ MRI റിപ്പോർട്ട് തന്നെ അവിടെ നിന്നുള്ള ഇയാളെ സംസാരവും കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി. ഇനി അങ്ങനെ തന്നെ ആവുമോ, എന്നെ അറിയില്ലോ കണ്ണ് വെച്ച് തല്ലി ചെയ്തതാവോ, ചിലപ്പോൾ ഒന്നും ആവില്ല. ഞാൻ എൻ്റെ എന്താ പറയുക, ഞാൻ തന്നെ വ്യത്യാസേക്കണം ചിലപ്പോൾ. പക്ഷേ ഈ സംസാരം ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര തോന്നൽ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, മറ്റൊരാളെ സന്തോഷത്തിൽ നിങ്ങൾ എന്തിനാണ് കണ്ണു വെക്കണത്? എൻ്റെ വിഷയത്തിലല്ല, അങ്ങനെ കണ്ണു വെക്കരുത്. എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം അതെന്തായാലും കണ്ണു വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് നിങ്ങൾക്ക് തിരിച്ചു വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരും. കർമ്മ എന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇൻഷാ അല്ലാ നിലവിലിൻ്റെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഈ 23-ാം തീയതി സർജറിയാണ്. ഇൻഷാ അല്ലാ എല്ലാവരും ദുആ ചെയ്യാം. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.